എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷവും മുഖ്യമന്ത്രി ഒരു സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് പട്ടത്തെ ഒരു അരമനയിൽ പോവുകയും കൈമുത്തുകയും ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം വെള്ളയമ്പലത്തെ ഒരു അരമനയിൽ പോയി കൈമുത്തുകയും ചെയ്തു. അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ വെള്ളയമ്പലത്തിൽ നിന്ന് കുറച്ചും കൂടെ കിഴക്കോട്ട് പോയാൽ കവടിയാറ് പോയാൽ അവിടെ ഒറിജിനൽ അരമനയും ഒറിജിനൽ അന്തപ്പുരവും ഒറിജിനൽ കൊട്ടാരവും ഒറിജിനൽ തിരുമേനിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്തിനാണ് ഈ ഫ്യൂഡൽ ചിഹ്നങ്ങളും ഫ്യൂഡൽ പദാവലികളും ഒക്കെ ഇപ്പോഴും നിലനിർത്തുന്ന ഈ മത പൗരോഹിത്യത്തിൻ്റെ മുന്നിൽ എന്തിനാണ് ഈ മുഖ്യമന്ത്രി മുട്ടുമടക്കുന്നത്? വെള്ളാപ്പള്ളി നടേശനെ കാണുന്നില്ല, സുകുമാരൻ നായരെ കൂട്ടാക്കുന്നില്ല എന്ന് പറഞ്ഞതിൽ വലിയ ഊറ്റം കൊണ്ടവരല്ലേ നമ്മൾ. അപ്പോൾ അതിൻ്റെ മുന്നിൽ ഈ പ്രാവശ്യം ഇന്ന് നടന്നത് വളരെ വളരെ നിരാശാജനകമായിട്ടുള്ളൊരു കാര്യമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം എന്താണ് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായർക്കുള്ള കുറവ്? അവർക്കെന്താ പശ്ചിമേഷ്യൻ ലോഹയില്ലേ? അവർക്ക് തുന്നൽ പണികളുള്ള സചിത്രമായിട്ടുള്ള ശിരോവസ്ത്രമില്ലേ? അത് ഇത് ഇടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരെടുത്ത് പോയിട്ട് കൈമുത്തുമോ? അപ്പോൾ ഈ കൈമുത്തൽ പരിപാടി അതിപ്പോൾ ഈ മതേതരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത ന്യൂനപക്ഷ പൗരോഹിത്യത്തെ പ്രീണിപ്പെടുത്തുന്നതല്ല. ഈ മത ന്യൂനപക്ഷ പൗരോഹിത്യത്തിൻ്റെ മുന്നിൽ പോയിട്ട് അടിയറവ് പറയുന്നതല്ല മതേതരത്വം. മതേതരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളിയെ വേണ്ടെങ്കിൽ സുകുമാരൻ നായരെ വേണ്ടെങ്കിൽ അതേപോലെ തന്നെ മെത്രാന്മാരെയും വേണ്ട എന്ന് പറയാനുള്ള ആർജവമാണ് ശരിയായിട്ടുള്ള മതേതരത്വം. മതനിരാശമല്ല ഞാൻ പറയുന്നത്. ഇവരാരും പറഞ്ഞു കഴിഞ്ഞാൽ ആരും വോട്ട് ചെയ്യാൻ പോകുന്നില്ല. ഇവരുടെയൊക്കെ പരിഭവം തീർക്കേണ്ട സമയമല്ല ഇത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ ഈ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരത്തിൽ ഏതെങ്കിലുമൊക്കെ പുരോഹിതന്മാരുടെ മുന്നിൽ പോയി നിന്നിട്ട് റാൻ വിളിക്കുക, ഈ തമ്പരാക്കന്മാരും തിരുമേനികളും അന്തപ്പുരങ്ങളും അരമനകളും ഒന്നും ഇനി വേണ്ടെന്നേ നമുക്ക്. ഇതിന് എവിടെയെങ്കിലും വെച്ച് ഇത് ഏതെങ്കിലും ഒരു സമയത്ത് എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് ഈ ഫ്യൂഡൽ ചിഹ്നങ്ങളും ഫ്യൂഡൽ പദാവലികളും ഒക്കെ ഒഴിവാക്കിക്കൂടെ? ഇവിടെ ഒരു വശത്ത് തിരുമേനിമാർ, വേറൊരു വശത്താണെങ്കിൽ ഇപ്പോൾ വീണ്ടും ഇപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ട് വരികയാണ് മുസ്ലിം ലീഗ് നേതാക്കന്മാർക്ക് സാഹിബ്, ജനാബ്. സംഭവം ഒന്ന് തന്നെ. അത് ഞാൻ അതിൻ്റെ എറ്റിമോളജി തിരയുകയായിരുന്നു. അറബിയിൽ തുടങ്ങി പേർഷ്യൻ ഭാഷ വഴി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വന്നിട്ടുള്ള ഓണറിഫിക്സ് ആണ് ഇതെല്ലാം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ സാഹിബും വേണ്ട, നമുക്ക് ജനാബും വേണ്ട, തിരുമേനിയും വേണ്ട, നമുക്ക് ഈ കൈമുത്തൽ പരിപാടിയും അവസാനിപ്പിക്കണം. കാരണം അല്ലെങ്കിൽ ഇത് ഇരട്ടത്താപ്പായി പോകും. കാരണം വെള്ളാപ്പള്ളിയെ സുകുമാരൻ നായരെ അവരോട് മാത്രമാണ് വിരോധമെങ്കിൽ ഇത് ഇരട്ടത്താപ്പായി പോകും.